ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ്. അതായത് പലതരത്തിലും നമ്മൾ സംസാരിക്കാറുണ്ട് അല്ലേ, വീട്ടിലായാലും പുറത്തായാലും ഒക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു കോൺവെർസേഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, എൻ്റെ വാച്ച് കണ്ടിരുന്നു. ഇപ്പോൾ വാച്ച്, ഫോണ്, ബാഗ് ഇതൊക്കെ നമ്മൾ പോകാൻ സമയത്തായിരിക്കും അല്ലേ എല്ലാവരും തട്ടിപ്പിടിഞ്ഞ് നോക്കുക. അപ്പോൾ അതിൽ ഫോണാണെങ്കിൽ ഫോണ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാഗോ പേനയോ പെൻസിലോ എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് എൻ്റെ വാച്ച് കണ്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ ഓഫീസിലേക്ക് പോകാനിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകാനിരിക്കുന്ന സമയത്താണ് ഈ ചോദ്യം. എൻ്റെ വാച്ച് കണ്ടിരുന്നോ എന്നെങ്ങനെ ചോദിക്കുക? ഹാവ് യു സീൻ മൈ വാച്ച്? ഹാവ് യു സീൻ മൈ വാച്ച്? കാരണം ഓൺ ദി സ്പോട്ടിലാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ. ഹാവ് യു സീൻ മൈ വാച്ച്? എൻ്റെ വാച്ച് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എൻ്റെ വാച്ച് കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നത്. നേരിട്ട് ഒരു ഓൺ ദി സ്പോട്ടിൽ ചോദിക്കുമ്പോൾ നമുക്കവിടെ ഹാവ് യു യൂസ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ അതിനൊരു ആൻസർ ആയിട്ട് ഇങ്ങനെ പറയാണ്, ഇപ്പോൾ ആ ടേബിളിന് മുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ടേബിളിന് മുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് കണ്ടിങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ എന്നുള്ള ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഐ ജസ്റ്റ് സോ ഇറ്റ് ഓൺ ദ ടേബിൾ. ഐ ജസ്റ്റ് സോ ഇറ്റ് ഓൺ ദ ടേബിൾ. ഇപ്പോൾ ആ മേശപ്പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം കേട്ടോ. ഐ സോ ഇറ്റ് ഓൺ ദ ടേബിൾ ജസ്റ്റ് നൗ എന്ന് വേണമെങ്കിലും പറയാം. ഐ സോ ഞാൻ കണ്ടിരുന്നു, ഇറ്റ് ഓൺ ദ ടേബിൾ ടേബിളിന് മുകളിൽ ജസ്റ്റ് നൗ ഇപ്പോൾ. അപ്പോൾ ഈ ചോദിച്ച ആള് അവിടെയൊക്കെ നോക്കി ആ സമയത്ത് അവർ പറയാണ്, ഇവിടെ കാണുന്നില്ലല്ലോ, അതായത് ഇവിടെ കാണുന്നില്ല എന്ന് പറയാറുണ്ടല്ലോ. ഇറ്റ്സ് നോട്ട് ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നില്ലല്ലോ എന്നാണ്, അല്ലെങ്കിൽ ഇവിടെ കാണുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യാം? ഇറ്റ്സ് നോട്ട് ഹിയർ. ഇറ്റ്സ് നോട്ട് ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നില്ല അല്ലെങ്കിൽ ഇവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയാം. ഇനി വേറൊരു സെന്റൻസ് നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഐ ഡോണ്ട് സീ ഇറ്റ് ഹിയർ. ഐ ഡോണ്ട് സീ ഇറ്റ് ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ കണ്ടില്ല എന്നാണ്. ഓക്കെ, നെക്സ്റ്റ്, കുട്ടികൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടാകും അല്ലേ. നമ്മൾ അങ്ങനെയാ പറയാല്ലേ, എന്ത് സാധനം പോയി കഴിഞ്ഞാലും നമ്മൾ പറയും കുട്ടികൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടാകും. വെറുതെ കുട്ടികളെ പറയൂ അല്ലേ. അപ്പോൾ കുട്ടികൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടാകും എന്ന് നമ്മളൊന്ന് ഗസ് ചെയ്ത് പറയാണ്. അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മേ ബി യൂസ് ചെയ്ത് പറയാം. മേ ബി വൺ ഓഫ് കിഡ്സ് took it. മേ ബി വൺ ഓഫ് കിഡ്സ് took it. took it എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തിട്ടുണ്ടാകും അല്ലേ. എടുത്തിട്ടുണ്ടാകും നമ്മൾ കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ took it എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. നീ എന്തിനാ അവിടെ വെച്ചത്? നീ എന്തിനാ അവിടെ വെച്ചത് എന്ന് ചോദിക്കാറുണ്ടല്ലേ. പാസ്റ്റ് ആണ്. Why did you put it there? Why did you put it there? നീ എന്തിനാ അവിടെ വെച്ചത് എന്ന് ചോദിക്കാറുണ്ടല്ലോ. നെക്സ്റ്റ്, ഞാൻ കുളിക്കാൻ പോകുമ്പോൾ വെച്ചതായിരുന്നു. ഞാൻ കുളിക്കാൻ പോകുമ്പോൾ വെച്ചതായിരുന്നു എന്നെങ്ങനെ പറയാ? I put it there. ഞാൻ അതവിടെ വെച്ചതായിരുന്നു. When I was going to take a bath. I put it there when I was going to take a bath. ഞാൻ കുളിക്കാൻ പോകുമ്പോൾ അതവിടെ വെച്ചതായിരുന്നു. നമ്മൾ ഇങ്ങനെ പറയാണ്, അടുത്തൊരു കുട്ടിനെ കണ്ടത്, അതായത് നമ്മുടെ മകനോ ആരെങ്കിലും ഉണ്ട്, അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാം, അവരോട് ചോദിക്കൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ ദേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മലയാളത്തിൽ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോൾ അങ്ങനെയൊന്നും പറയാറില്ല. പക്ഷെ നമുക്ക് അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ? ലുക്ക് എന്നാണ് യൂസ് ചെയ്യുക കേട്ടോ. ഈ ദേ എന്ന് പറയാൻ വേണ്ടിയിട്ട് ലുക്ക് ആണ്. ആസ്ക് ഹിം. ലുക്ക് ആസ്ക് ഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ അവനോട് ചോദിക്കൂ എന്നാണ്. അവൻ എടുത്തിട്ടില്ല. അവൻ എടുത്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിലോ, അവൻ എടുത്തിട്ടില്ല, അത് സിമ്പിൾ ആണ് അല്ലേ. ഹി ഡിഡ്ന്റ് ടേക്ക് ഇറ്റ്. ഹി ഡിഡ്ന്റ് ടേക്ക് ഇറ്റ്. അവൻ എടുത്തിട്ടില്ല. ഓക്കെ, നീ നിന്റെ ബാഗിൽ നോക്കൂ അല്ലേ. നീ നിന്റെ ബാഗിൽ ഒന്ന് നോക്കൂ. ഇങ്ങനെയൊക്കെ നമ്മൾ പല രീതിയിലും പറയാറുണ്ട്. നീ നിന്റെ ബാഗിൽ നോക്കൂ. ചെക്ക് യുവർ ബാഗ്. ചെക്ക് യുവർ ബാഗ്. നീ നിന്റെ ബാഗിൽ നോക്കൂ. അല്ലെങ്കിൽ ലുക്ക് ഇൻ യുവർ ബാഗ്. ലുക്ക് ഇൻ യുവർ ബാഗ്. ലുക്ക് ഇൻ യുവർ ബാഗ്. നീ നിന്റെ ബാഗിൽ നോക്കൂ. ഇപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞു ദേ എന്ന് പറഞ്ഞൊരു സെന്റൻസ് പറഞ്ഞു അല്ലെ. ഇപ്പോ നമ്മൾ ഇങ്ങനെ പറയുകയാണ്, ദേ നോക്കൂ അവളെ കണ്ടോ എന്ന് നമ്മൾ ആശ്ചര്യത്തിൽ പറയാറുണ്ട് അല്ലെ. ദേ നോക്കൂ അവളെ കണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇതെങ്ങനെ ചോദിക്കുക? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലുക്ക് യൂസ് ചെയ്തത്. ലുക്ക്, ഡിഡ് യു സീ ഹർ? ലുക്ക്, ഡിഡ് യു സീ ഹർ? ദേ അവളെ കണ്ടോ അല്ലേ. ഇനി ഹാവ് യൂസ് ചെയ്ത് നമുക്ക് ചോദിക്കാം കേട്ടോ. ലുക്ക്
ഹാവ് യു സീൻ ഹർ? ഹാവ് യു സീൻ ഹർ? ഇങ്ങനെയും ചോദിക്കാം. എന്റെ ഷർട്ടിന്റെ പോക്കറ്റിലുണ്ട്. എന്റെ ഷർട്ടിന്റെ പോക്കറ്റിലുണ്ട്, അതായത് വാച്ച് എന്റെ ഷർട്ടിന്റെ പോക്കറ്റിലുണ്ട് എന്നെങ്ങനെ പറയാ? ഇറ്റ്സ് ഇൻ ദ പോക്കറ്റ് ഓഫ് മൈ ഷർട്ട്. ഇറ്റ്സ് ഇൻ ദ പോക്കറ്റ് ഓഫ് മൈ ഷർട്ട്. എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ അതുണ്ട്. എത്ര നേരമായി നീ അത് തിരയുന്നു? ഇതുവരെ നിനക്ക് ഓർമ്മ വന്നില്ലല്ലോ അല്ലേ? ഒരുപാട് സമയം അത് തിരഞ്ഞു, എന്നിട്ട് പോലും ഇങ്ങനെ ഒരു സാധനം പോക്കറ്റിൽ ഉണ്ടെന്നുള്ള ഓർമ്മ വരുന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനെയല്ലേ പറയാറ്? എത്ര നേരമായി നീ തിരയുന്നു? ഇതുവരെ നിനക്ക് ഓർമ്മ വന്നില്ലല്ലോ. എത്ര നേരമായി, എത്ര കാലമായി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹൗ ലോങ് ഹാവ് യു ബീൻ സെർച്ചിങ്? യു ഡിഡ്ന്റ് റിമെമ്പർ until now. How long have you been searching? You didn't remember until now. എത്ര നേരമായി നീ തിരയുന്നു? നിനക്ക് ഓർമ്മ വന്നില്ലല്ലോ. ഇതുവരെ നിനക്ക് ഓർമ്മ വന്നില്ലല്ലോ അല്ലെ? എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത് എന്നെങ്ങനെ പറയാ? എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്, ഈ നിമിഷമാണ് ഓർമ്മ വന്നത്. I just remembered now അല്ലെ? I just remembered now. എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. നെക്സ്റ്റ്, ഇനി ഞാൻ പോകാൻ റെഡിയാകട്ടെ. വാച്ചൊക്കെ കിട്ടി, ഇനി ഞാൻ പോകാൻ റെഡിയാകട്ടെ. ലെറ്റ് മീ ഗെറ്റ് റെഡി ടു ഗോ നൗ. ഇനി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് നൗ ആണ്. അപ്പം ലെറ്റ് മീ ഗെറ്റ് റെഡി ടു ഗോ നൗ. ഇനി ഞാൻ പോകാൻ റെഡിയാകട്ടെ. നീ ഫോൺ എടുത്തില്ലേ? നീ ഫോൺ എടുത്തില്ലേ? ഇങ്ങനെ ചോദിക്കാവുന്ന സ്പോട്ടിൽ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ഹാവിന്റ് യു ടേക്കൺ ദ ഫോൺ? ഹാവിന്റ് യു ടേക്കൺ ദ ഫോൺ? നീ ഫോൺ എടുത്തില്ല. അതാണ് ഒന്നും കൂടി പൊളൈറ്റ് ആയി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെന്റൻസ്. അല്ലെങ്കിൽ നമുക്ക് ഡിഡിൻ യു യൂസ് ചെയ്ത് പറയാം. ഡിഡിൻ യു ടേക്ക് ദ ഫോൺ എന്ന് പറയാം. ഓക്കെ, ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട്. ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് പറയാല്ലേ? ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട്. ഐ ഹാവ് ടേക്കൺ ദ ഫോൺ. ഐ ഹാവ് ടേക്കൺ ദ ഫോൺ. ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ടേക്കണ് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഗോട്ട് എന്ന് യൂസ് ചെയ്യാം അല്ലെ? ഐ ഹാവ് ഗോട്ട് ദ ഫോൺ എന്ന് വേണമെങ്കിലും പറയാം അല്ലെ? ഐ ഹാവ് ഗോട്ട് ദ ഫോൺ. ഐ ഹാവ് ടേക്കൺ ദ ഫോൺ. നിന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടോ? നമ്മൾ ചോദിക്കുകയാണ് അല്ലെ? നിന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ആണ്. ഈസ് യുവർ ഫോൺ റിംഗിങ്? ഈസ് യുവർ ഫോൺ റിംഗിങ്? നിന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടോ? ഇനി നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെ, എന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, എന്റെ സുഹൃത്താണ്. ഈ ഒരു സെന്റൻസ് നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. കുറച്ച് വലിയ സെന്റൻസ് ആണ്, സിമ്പിൾ ആയി പറയാൻ പറ്റുന്ന സെന്റൻസ് ആണ്. ഇത്രയും സെന്റൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പൊ ഈ ഒരു സെന്റൻസ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതെ, അതെ എന്ന് പറയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം അല്ലെ? അതെ, എന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, എന്റെ സുഹൃത്താണ്. സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും. നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ വീണ്ടും എന്റെ വീഡിയോസുകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഇതുപോലെയുള്ള സിമ്പിൾ സെന്റൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റും. അതായത് ഡെയിലി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം എന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. അതുപോലെ ഞാൻ തന്ന സെന്റൻസ് ഇംഗ്ലീഷിൽ കമന്റ് ചെയ്യാം. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.